Case taking in mental diseases, part 2. In the previous case taking in mental diseases part, we had explained about the theoretical aspect and the organon part regarding case taking in mental diseases and its types. And for your attention, in this corresponding video, we had included some video clippings from various number of films. It is only used for the purpose of study and that is used in a fictitious manner only. Sources of a case. Aphorism 6. From patient himself, remarked by those around him, and observed by the physician. എന്തൊരു വയറ്റ് വേദന എനിക്ക് സഹിക്കാൻ വയ്യായേ ഡോക്ടറെ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഡോക്ടറെ ഒന്ന് കാണണം. ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വർഷം പഠിച്ചതാ. ആണോ? എന്താ പ്രശ്നം? അതെ പോടാ പ്രാന്ത. അയ്യോ ഡോക്ടറെ, പുസ്തകം വായിച്ചോണ്ടിരുന്നാ മതിയോ? എന്നെ രക്ഷിക്കണേ. എ കേസ് ഓഫ് ഹാലുസിനേഷൻ. കൂടെ കൂടെ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ ഡോക്ടറെ കാണണം. വയറുവേദന സഹിക്കാൻ വയ്യ. അവൻ തൊഴിക്കണു. പറഞ്ഞൂടെ കളിയാ. ഞാൻ ഒരു കുതിരയെ വിഴുങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാ ഡോക്ടറെ. ഇന്നാളൊരു പട്ടി വിഴുങ്ങി പറഞ്ഞു. അതെന്നെ കടിച്ചിട്ടാ. ഞാൻ വിട്ടുകൊടുക്കോ? പുറകെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒറ്റ ഇരിപ്പിടി വിഴുങ്ങി. അയ്യോ കുതിര തിന്നുന്നു. അയ്യോ അവൻ വീട്ടിൽ ചവിട്ടണു. എന്താ തന്റെ പേര്? ബർണിംഗ് ഡിസയർ. കുതിരയുടെ പേര്? അളിയൊരു കുതിരപ്പന്തയിൽ നടക്കുന്നിടത്തായിരുന്നു ജോലി. ഒരു കുതിരയുടെ കയ്യിൽ നിന്ന് തലക്കിട്ടൊരു ചവിട്ട് കിട്ടി. അന്ന് തുടങ്ങിയതാ. എന്തിനാ കുതിരയെ വിഴുങ്ങിയത്? അതെ വീടളിയാ, കാര്യം പറയട്ടെ. അതെ, കഴിഞ്ഞ റേസിന്റെ തലേ ദിവസം ഞാൻ എന്റെ ബർണിംഗ് ഡിസയറിനെ കുളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. 2 തവണ അടുപ്പിച്ച് ജാക്ക്പോട്ട് വിൻ ചെയ്തവനാ. ഹാട്രിക്. അപ്പോഴാണ് സിൽവർ സ്ട്രീക്ക് പാഞ്ഞു വരുന്നത്. അവൻ എന്റെ ഡിസയറിന്റെ സ്ഥിരം ശത്രുവാ. മാരിയപ്പന്റെ കുതിര ഡോക്ടർക്ക് അറിയില്ലേ? അവൻ എന്റെ ഡിസയറിനെ കൊല്ലാൻ വന്നു. ഞാൻ വിടുവോ? അവൻ എന്റെ അടുത്ത് വന്നതും ഒറ്റ വിഴുങ്ങൽ. ഇപ്പൊ റേസിന്റെ ടൈമാ. പുറത്തേക്ക് ഇറങ്ങാൻ അവൻ വയറ്റി കിടന്ന് ഓടുക. ഞാൻ ഛർദ്ദിച്ചു നോക്കി, അപ്പിട്ട് നോക്കി, എന്നിട്ട് പുറത്ത് വന്നില്ല? പുറത്തേക്ക് വരുന്നില്ല. കള്ളൻ. ഡോക്ടർ, അവൻ എങ്ങനെയെങ്കിലും ഇത് പുറത്തെടുക്കോ? ശരി, ഞാൻ നോക്കട്ടെ. വീടാളിയ കേക്കുന്നില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഡോക്ടർ ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തേക്കാം. ഓപ്പറേറ്റ് ചെയ്യാം. കുതിര തൊഴിൽ നിർത്തി വാലിട്ടടി തുടങ്ങി. ഇനി ഞാൻ ആനയെ വിഴുങ്ങിയാലും കുതിരയെ വിഴുങ്ങത്തില്ല. എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിമാ മതി. കുതിര വയറിന്റെ ചുവരുമേ നക്കുന്നു. ഇക്കിളി ഓപ്പറേഷൻ തിയേറ്റർ. അയ്യോ ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. Case taking in a psychiatric patient. In a proper psychiatric patient, there is a clear methodology has to be adopted, and we have to travel to many streams in order to evolve the real case from the patient. The name of the patient is Reshma, and she is the sister of Dr. Roy. This is actually a fictitious subject, and here
we had adopted the name from the feeling clippings. So this is not a real patient, but this is only for the purpose of demonstration we are using this. രേഷ്മ, രേഷ്മ, The onset from this, what we get is that the onset was suddenly presented with violence. Reason is unknown. Started since 2 days. Now, in a psychiatric case, what are the things to be looked into? History of patient, history of presenting illness, family history, personal history that includes childhood, adolescence, schooling and higher education, occupational history, psychosexual history, forensic history, past psychiatric history, alcohol abuse, drug abuse, personality, behavior, social attitude and relationships. These all things has to be noted in case of a psychiatric case. അപ്പച്ചനും അമ്മച്ചിയും ഇല്ലാത്തതിൻ്റെ വിഷമം ഒരിക്കൽ പോലും ഞാൻ അവളെ അറിയിച്ചിട്ടില്ല. എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടിയാണ് ഞാൻ അവളെ വളർത്തിയത്. എന്നിട്ടും സണ്ണി എൻ്റെ മോള്. മുഖം കറുപ്പിച്ചൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല അച്ഛൻ ഇന്ന് വരെ രേഷ്മയോട്. ലാളിച്ച് വഷളാക്കാന്ന് ഞാനേ എപ്പോഴും കുറ്റം പറയാറ്. എന്തും തുറന്നു പറയുന്ന പ്രകടനമായിരുന്നു അവൾക്ക്. കോളേജിൽ നടക്കുന്ന നിസ്സാര കാര്യങ്ങൾ വരെ ഇവിടെ വന്ന് ഇവളോട് വിസ്തരിച്ച് പറയുന്നത് കേൾക്കാം. പഠിക്കാൻ എങ്ങനെയായിരുന്നു രേഷ്മ? പഠിപ്പിൽ മാത്രമല്ല, മ്യൂസിക്, ലിറ്ററേച്ചർ, ഈ ഭൂമിയിൽ അവൾക്ക് താല്പര്യമില്ലാത്ത ഒരു സബ്ജക്റ്റും ഇല്ലായിരുന്നു. എക്സാം വിചാരിച്ചതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ചില കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാകാം, ഒരു സഡൻ ഡിപ്രഷൻ. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അവൾക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അമ്മച്ചി മരിച്ചത്. അന്ന് അമ്മച്ചിയുടെ ബോഡി പള്ളിയിലേക്ക് എടുക്കുമ്പോൾ ഇതുപോലെ ഹിസ്റ്ററിക്കായി. 2-3 ദിവസം പെട്ടെന്ന് മാറുകയും ചെയ്തു. പിന്നിപ്പോഴാ. റോയുടെ ഫാമിലിയിൽ ഇതിനു മുമ്പ് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ഓർമ്മയിലില്ല. ഇനി എന്തെങ്കിലും കണ്ട് പേടിച്ചതാവോ സണ്ണി? ഒരു പക്ഷേ അങ്ങനെ ആവാം. നാട്ടിലേക്ക് വരുമ്പോൾ ട്രെയിനിൽ വെച്ച് എന്തെങ്കിലും ഷോക്കിംഗ് ഇൻസിഡൻറ്റ് കണ്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കണമെന്നില്ല റീസൺ. നമ്മുടെയൊക്കെ മനസ്സ് നമ്മൾ ചിന്തിക്കുന്ന വഴിയിലൂടെ ഒരിക്കലും സഞ്ചരിക്കാറില്ലല്ലോ. Psychiatric examination. Appearance and behavior, speech, mood, depression, suicidal thoughts, anxiety, elation, thought contents, abnormal beliefs. For the psychiatric examination, for each and every heading that is mentioned here is having a particular test and methods are there. രേഷ്മ, ലുക്ക് ചെയ്യാം. ഇത് കണ്ടിട്ട് രേഷ്മയ്ക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ?
ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും രൂപങ്ങളോ? ഇത് കണ്ടിട്ടോ? Come on, take it inside. ഈ റോഷാ കാർഡിൽ കണ്ട ഏതോ ഒരു പർട്ടിക്കുലർ വിഷ്വലുമായിട്ട് അവൾ എന്തോ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ സ്കീറ്റ്സോഫ്രെനിയാണെങ്കിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടാത്ത ഏതോ ഒരു ഇൻസിഡന്റ് കണ്ടതിൽ നിന്നുള്ള ഷോക്കുമാവാം. ഏതായാലും കുറച്ച് ദിവസം കൂടി ഒബ്സർവ് ചെയ്തേ പറ്റൂ. അതുവരെ രേഷ്മ ഇവിടെ നിൽക്കട്ടെ. Assessment to responses: level of consciousness, orientation, time, place, person, attention and concentration, memory. Assessment of responses. These are the main things you have to assess in the patient. Doctor, be careful. She's in a very violent mood. രേഷ്മ, രേഷ്മ, രേഷ്മ! ഇങ്ങി തരൂ. Now, regarding anything, the most important thing in a psychiatric patient is the life space investigation. നിനക്കെന്തെങ്കിലും സൂചന കിട്ടിയോ? രേഷ്മയുടെ അറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ തിരക്കി. അവർക്കാർക്കും ഒരു ഐഡിയ ഇല്ല. ആഷ എന്ന് പറയുന്നൊരു ഫ്രണ്ടുമായിട്ടാണ് അവളന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്. ആ കുട്ടിയുടെ പേരൻസ് വന്നിരുന്നുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോയി എന്ന് പറഞ്ഞു. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. രേഷ്മയിൽ നിന്ന് തന്നെ നമുക്കതറിയാൻ ശ്രമിക്കാം. പിന്നെ അവളുടെ ഒരു ഡയറി ഞാൻ അങ്ങോട്ട് എത്തിക്കാം. നിനക്ക് എന്തെങ്കിലും സൂചന കിട്ടിയാലോ? ഞാൻ മറിച്ചു നോക്കി, പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അവൾ വരച്ച അൺഫിനിഷ്ഡായ ചില സ്കെച്ചസ്, കുറേ കവിതകൾ, പിന്നെ മരിച്ചുപോയ അമ്മച്ചിയുടെ പേർക്ക് എഴുതിയ കുറേ കത്തുകൾ, അതൊക്കെ അവളുടെ ഒരു ഹോബിയായിരുന്നു. ചില അബ്സർഡിറ്റീസ്. പ്രിയപ്പെട്ട അമ്മച്ചി, ഇന്നും എനിക്ക് ഉറക്കം വരുന്നില്ല. എത്ര നേരമായെന്നോ ആകാശത്തിന്റെ അനന്തതയിലേക്ക് നോക്കി ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട്. കോടാനുകോടി നക്ഷത്രങ്ങൾ എന്നെ നോക്കി ചിരിക്കുന്നു. അതിലൊന്ന് എൻ്റെ അമ്മച്ചിയല്ലേ?
അമ്മച്ചി എന്നെ മോളേന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കാം. കാറ്റ് വന്നെന്റെ തലമുടി ചിക്കുമ്പോൾ അമ്മച്ചിയുടെ വിരലുകൾ എന്നെ തൊടുന്നത് പോലെ തോന്നും. ഇന്നലെ രാത്രിയിൽ ഞാനൊരു കുറുമ്പ് കാണിച്ചു. ആരും കാണാതെ തണുത്ത മഴ മുഴുവൻ ഞാൻ നനഞ്ഞു. അമ്മച്ചിയുടെ വാത്സല്യം മഴ പോലെ പെയ്യുകയാണെന്ന് എനിക്ക് തോന്നി. എത്രയോ ദൂരെയാണ് എൻ്റെ അമ്മച്ചി. എന്നെങ്കിലും ഒരിക്കൽ നക്ഷത്രങ്ങളുടെ ആ ലോകത്ത് നിന്ന് മോളെ കാണാൻ അമ്മച്ചി വരൂ. ഒരിക്കൽ, ഒരിക്കൽ മാത്രം. Past mental desire and thinkings implicated on present. Many of the situations in a psychiatric patient, what happens is that due to the past desires, past thoughts, which will be implicated on the present scenario. അയ്യോ മോളെ ഓടല്ലേ, നിക്ക്. എന്റെ ഈശോയെ എവിടെ പോയി? ഭഗവതേ വാസുദേവായ കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ മുകുന്ദ നാരായണ നാരായണ. അയ്യോ 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 എനിക്ക് കണ്ണടക്കാൻ വയ്യ. കണ്ണടയ്ക്ക്, കണ്ണടയ്ക്ക്. അയ്യോ എനിക്ക് കണ്ണടക്കാൻ വയ്യ. എനിക്ക് കണ്ണടക്കാൻ വയ്യ. കണ്ണടയ്ക്ക്, അടയ്ക്ക് കണ്ണു. അയ്യോ അയ്യോ അയ്യോ. എത്രയോ ദൂരെയാണ് എൻ്റെ അമ്മച്ചി. എന്നെങ്കിലും ഒരിക്കൽ നക്ഷത്രങ്ങളുടെ ആ ലോകത്ത് നിന്ന് മോളെ കാണാൻ അമ്മച്ചി വരൂ. ഒരിക്കൽ, ഒരിക്കൽ മാത്രം. Observation. Importance of circumstances. Close observation. Correlations of circumstances with past events. Response to the circumstances. These all things has to be observed. ഇവിടെ മുതലാണ് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. കടലുമായി എന്തോ കണക്ഷനുണ്ട്. ഡെഫിനറ്റ്ലി ഇത് സീ ഫോബിയ തന്നെ ആവാനാണ് സാധ്യത. ഫോബിയ പലതുമായും ബന്ധപ്പെട്ട് വരാം. വസ്തുക്കളോ നിറങ്ങളോ ശബ്ദങ്ങളോ എന്തും. ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സംഭവത്തെ മനസ്സ് മറ്റൊന്നിലേക്ക് മാറ്റിക്കളയും. ആ സംഭവം നടന്ന ചുറ്റുപാടിലുള്ള എന്തിലെങ്കിലും ആയിരിക്കും മനസ്സേറി പിടിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സെയിമായിട്ടാണ് അസോസിയേഷൻ.
temporary relief of the patient due to palliative treatment. That I had already mentioned in this clippings, they had just given electric shock so that there is a temporary relief of the patient is there. That doesn't mean that the patient is being cured with that. Aphorism 219. A comparison of these previous symptoms of the corporeal disease with a trace of them that still remain, though they have become less perceptible, but which even now sometimes become prominent when a lucid interval and a transient elevation of the psychical disease occurs, will serve to prove them to be still present, though obscured. രേഷ്മ, ഇതൊക്കെ ആരാന്ന് നോക്കി? മോക്ക് എന്നെ മനസ്സിലായോ? രേഷ്മയ്ക്ക് എന്നെ മനസ്സിലായോ? രേഷ്മ ആദ്യമായിട്ട് കടൽ കാണുന്നത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? കൊച്ചുനാളിൽ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയപ്പോഴാണെന്ന് ഇച്ചായൻ പറഞ്ഞു. ആണോ? പിന്നെ ഇച്ചായൻ്റെ കൂടെ രേഷ്മ പല പ്രാവശ്യം കടപ്പുറത്ത് പോയിട്ടുണ്ട്. അന്നൊന്നും രേഷ്മയ്ക്ക് കടലിനെ പേടിയുണ്ടായിരുന്നില്ല. തിര വരുമ്പോൾ കടലിലേക്ക് ഇറങ്ങി രേഷ്മ തുള്ളിച്ചാടുമായിരുന്നു, അല്ലേ? പിന്നെ എപ്പോഴാണ് കടൽ കാണുമ്പോൾ പേടിയാക്കാൻ തുടങ്ങിയത്? കോളേജിൽ വെച്ച് രേഷ്മ ഫ്രണ്ട്സുമായിട്ട് ഇടയ്ക്കിടെ ബീച്ചിൽ പോകാറുണ്ടായിരുന്നല്ലേ? അന്ന് എക്സാം കഴിഞ്ഞ് രേഷ്മ ഫ്രണ്ട്സുമായിട്ട് ബീച്ചിൽ പോയി. The physician had to try again and again to know the complete life history. Then only he can get the complete picture of the illness. അല്ലേ? ലേശം മ്യൂസിക്കും കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഒരു റൊമാൻസ് ഒക്കെ ഇല്ലെങ്കിൽ എന്ത് കോളേജ് ലൈഫാ? കുട്ടിക്ക് ആരെങ്കിലും ഇഷ്ടമാണോ? ഐ മീൻ എനി ബോയ് ഫ്രണ്ട്? താങ്ക് യു ഡോക്ടർ. ശരി. ആനി, അരുൺ, അരുൺ. യെസ്, മേ ബി ഹർ ക്ലാസ്മേറ്റ് ഓർ എ ഫ്രണ്ട്. അവളുടെ ഓടിയുള്ള ആ വിളിയിൽ അരുണുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റി എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് എ ഡീപ്പ് റൂട്ടഡ് റിലേഷൻഷിപ്പ്. ഒരുപക്ഷെ ലവ് അഫെയർ ആകാം. അയാൾ വരുമെന്ന് അവൾക്കൊരു പ്രതീക്ഷയുള്ളതുപോലെ. റീനയോടൊന്നും For the name Arun, they got a hint and the physician traces back and he gets the details. Then they forwards with the psychoanalysis. രേഷ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? വയലറ്റ്. രേഷ്മയ്ക്ക് ആരോടാണ് കൂടുതൽ ഇഷ്ടം? അമ്മച്ചി. രേഷ്മ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിയെ സ്വപ്നം കാണാറുണ്ട്, അല്ലേ? സ്വർഗത്ത് നിന്നും അമ്മച്ചി രേഷ്മയെ വിളിക്കുന്ന പോലെ തോന്നും, അല്ലേ? പിന്നെ ആരെയാ രേഷ്മയ്ക്ക് ഇഷ്ടം? റോയ്ച്ചാനെ? അരുണിനെ ഇഷ്ടമല്ലേ രേഷ്മയ്ക്ക്? Reshma, listen to me. Nothing to worry. Relax. Relax. ഇപ്പോൾ രേഷ്മയുടെ മനസ്സ് ശാന്തമാണ്.
മുൻപ് നടന്നതൊക്കെ രേഷ്മയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്ന് രേഷ്മ അരുണിനോടൊപ്പം ബീച്ചിൽ പോയി അല്ലേ? പോണ്ടേ? ട്രെയിനിന് സമയാവുന്നു. ഇല്ല, ഞാൻ പോവില്ല. അരുൺ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോവില്ല. പോയാൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അരുൺ അവര് വെറുതെ വിടില്ല. പേടിക്കണ്ട, അവരെന്നെ ഒന്നും ചെയ്യില്ല. ഇല്ല, അവര് പകരം വീട്ടാതിരിക്കില്ല. അരുൺ എന്തെങ്കിലും സംഭവിച്ചാൽ... ഏയ് കരയണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. Analysis of the case. Father and mother died in younger childhood. First attack 10-year. Mother's death recovered. Lack of mother's love. High love towards mother. Vexation. Like to live in thoughts and imaginations. Violent during the depressed states. Depressed and fearful. Generally active and enthusiastic. And this is the general picture of the case which we had seen here. And now we have to consider these situations and go further for the treatment regarding a psychiatric case. This was mentioned, all these things were mentioned in order to show you what are the things to be noted in a psychiatric case while you are taking the case. Thank you, one and all.